ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റിയായ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങാക്കൊത്തും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം മൂത്ത് വരുമ്പം ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. നാല് ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ പേസ്റ്റ് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ചെറുത് മതി. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതീയിൽ അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ചിക്കൻ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ആകുമ്പോൾ പകുതി മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം മതിയാവും. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം.